ഹലോ മൈ ഡിയേഴ്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു 150 പേരെങ്കിലും പറഞ്ഞ ഒരു ഇൻഫർമേഷനാണ്. നമ്മളിൽ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്, സിബിൽ ഇല്ലാതെ നമുക്ക് ഫസ്റ്റ് ടൈം മാത്രം ലോൺ തരുന്നൊരു ആപ്ലിക്കേഷൻ. അതിനുശേഷം നമ്മളെ അവർ മെസ്സേജിൽ കൂടി നിങ്ങളത് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം 25, ഇപ്പോൾ നമ്മൾ 10,000 രൂപ എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് 25,000 രൂപ കിട്ടും, സിബിൽ സ്കോർ കൂടും, അങ്ങനെയൊക്കെ കുറച്ച് വാഗ്ദാനങ്ങൾ തരും, മെസ്സേജ് വരും, കോൾസ് വരും. അപ്പോൾ അത് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള 2 ആപ്ലിക്കേഷൻസാണ് റാം ഫിൻകോപ്പും അതേപോലെ തന്നെ റുപ്പി റെഡിയും. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ഏറ്റവും കൂടുതൽ ലോൺ തരുന്ന ഒരു NBFC കുറിച്ചാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചായിരുന്നു, ഒരു 550 സിബിൽ സ്കോറുള്ള ഒരാൾക്ക് 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അത് അടയ്ക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ കിട്ടുമോ അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ഇവിടെ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇത് അദ്ദേഹത്തിന് വന്ന മെസ്സേജാണ്. അതായത് നമ്മുടെ ഡ്യൂ ഡേറ്റ് വന്നിരിക്കുന്നത് 3 ഫെബ്രുവരി 2025 അത് പെട്ടെന്ന് അതിന് മുമ്പേ തന്നെ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ അപ്ഡേറ്റ് ആകും. അതേപോലെ തന്നെ നിങ്ങളുടെ ലിമിറ്റ് ഇൻക്രീസ് ആകും. 10,000 എന്നുള്ളത് ചിലപ്പോൾ 25,000, 30,000 അങ്ങനെ ആകും. പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, സിബിൽ അപ്ഡേറ്റ് ആകുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇന്ന് തന്നെ ഉടൻ പേ ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കത് ചെയ്തു നോക്കാം. പിന്നൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്, റാം ഫിൻകോപ്പ് എന്ന് പറയുന്നത് RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷനാണ്. ഉഡായിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. പലിശ അല്പം കൂടുതലാണ്. ഇവർ ചെയ്യുന്നത്, അതായത് ഇതാണ് നമ്മൾ ലോൺ എടുത്തിരിക്കുന്നത്. ലോൺ റീപേയ്മെൻറ്റ് 11,000 രൂപയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3/2/2025 റീപേ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് ലൈവായിട്ട് റീപേ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 11,000 രൂപ നേരത്തെ അടയ്ക്കാൻ കാണിച്ചത്, എന്നാൽ ഫുൾ പേയ്മെൻറ്റ് അടയ്ക്കുകയാണെങ്കിൽ 10,800 രൂപ അടച്ചാൽ മതി. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫെസിലിറ്റി, ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതിൽ പാർട്ട് ടൈം ആയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റും. നമ്മളിൽ കിട്ടുന്ന പൈസ പോലെ 150 അല്ലെങ്കിൽ 500 എത്ര വേണമെങ്കിലും നമുക്ക് അയക്കാം, അടയ്ക്കാം. അപ്പോൾ അത് അവരുടെ ഒരു പ്രത്യേക ബെനിഫിറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫെസിലിറ്റി ഉള്ളത് ട്രൂ ബാലൻസിൽ. ഈ ഒരു ഫെസിലിറ്റി നമുക്ക് പാർട്ടായിട്ട് അടയ്ക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഈ ഒരു റാം ഫിൻകോപ്പിലും ഈ ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ട്രൂ ബാലൻസിലും റാം ഫിൻകോപ്പിലൊക്കെ ലോൺ എടുത്ത് അടയ്ക്കാതിരുന്നാൽ നിങ്ങൾ മറ്റ് ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ അവർ ഇത് ആലോചിച്ച് നോക്കും. കാരണം അവർക്ക് പാർട്ടായിട്ട് അടയ്ക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. 500, 1000 വെച്ച് അടച്ചാൽ പോലും അത് EMI കഴിയുമായിരുന്നു, ആ ഒരു ലോൺ അടച്ചു തീരാമായിരുന്നു. പക്ഷേ നമ്മൾ ഇതിലൊക്കെ പെൻഡിങ് വരുത്തി നമ്മൾ വേറൊരു ആപ്പിലേക്ക് ചെയ്യുകയാണെങ്കിൽ അവരിത് ചെക്ക് ചെയ്ത് നോക്കും, അത് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ പൈസ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ പാർട്ടായിട്ടെങ്കിലും അടയ്ക്കാൻ നോക്കുക. അതവിടെ നിൽക്കുക, നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പാർട്ട് പേയ്മെൻ്റ് അല്ല, ഫുൾ പേയ്മെൻറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. പേ നൗ എന്ന ഓപ്ഷൻ ഉണ്ട്. UPI വഴി നമുക്ക് അടയ്ക്കാം. സ്ക്രീൻഷോട്ട് റെസ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ടാണൊന്നും കാണാൻ കഴിയാത്തത്. 10,800 പേ കൊടുക്കുക. ഇതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്, ഞാൻ പറയേണ്ട കാര്യമില്ല. നമ്മൾ പേ ചെയ്തു. അവർ കൺഫേം ചെയ്യുകയാണ്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു. യുവർ പ്രീ അപ്രൂവ് ഓഫർ എമൗണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും നമുക്ക് 10,000 രൂപയാണ് വന്നിരിക്കുന്നത്. അത് ഭയങ്കര ചതിയായിപ്പോയി. വി ആർ നൗ ഓഫർ ടു യു ലോൺ, പ്ലീസ് ക്ലിക്ക് ടു ഗെറ്റ് ക്യാഷ്. 10,000 രൂപയാണ് നമുക്ക് വീണ്ടും കിട്ടിയത്. എനിക്ക് തോന്നുന്നു നമ്മളെ ചെക്ക് ചെയ്ത് നോക്കിയതായിരിക്കാം. കാരണം നമ്മൾ റീപേയ്മെൻറ്റിന് 2 ദിവസം മുമ്പ് അടച്ചു. ഇനി നമ്മൾ കൂടുതലെടുത്ത് നമ്മൾ ആ ഒരു മുങ്ങാനോ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഡിലേ വരുത്താനോ എന്ന് അവർക്ക് മനസ്സിലായി കാണാം. അതുകൊണ്ടാണ് വീണ്ടും 10,000 നമുക്ക് കിട്ടിയത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു 90% പേർക്കും ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ പെട്ടെന്ന് പൈസ അടച്ചിട്ട് നമ്മൾ എടുക്കാൻ ശ്രമിച്ചാൽ വീണ്ടും ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. നമുക്ക് ഗെറ്റ് ക്യാഷ് കൊടുത്ത് നോക്കാം. ലോൺ എമൗണ്ട് നമുക്കൊരു 20,000 കൊടുത്ത് നോക്കാം. നെക്സ്റ്റ്. ഇവിടെ ലോൺ പർപ്പസ് എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. ഇല്ല, 10,000 രൂപയാണ് 30 ദിവസത്തേക്ക് നമുക്ക് അപ്രൂവ് ആയിരിക്കുന്നത്. ഇതിലൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞ 10,000 രൂപ നമുക്ക് കിട്ടിയിരിക്കുന്നത് 16 ദിവസത്തേക്കാണ് കേട്ടോ. ആ ഒരു ബെനിഫിറ്റാണ് അവർ തന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. ഇപ്പോൾ എനിക്ക് 30 ദിവസത്തേക്ക് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, 10,000 രൂപ നമുക്ക് 30 ദിവസത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് അടയ്ക്കാൻ പറ്റും. ആ ഒരു ബെനിഫിറ്റാണ് തന്നിരിക്കുന്നത്.
അപ്പോൾ ഞാൻ ചിന്തിച്ചത് നമ്മൾ 10,000 രൂപ കഴിഞ്ഞതിന് നമുക്ക് ലോൺ കിട്ടി, ഇപ്പോഴും ഒരു 10,000 രൂപ, അതെന്ത് മായമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു 30 ദിവസത്തെ കാലാവധി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 10,000 രൂപയൊക്കെ അടയ്ക്കുന്നവർ ശ്രദ്ധിക്കുക, 16 ദിവസത്തെ കാലാവധി മാറി നിങ്ങൾക്ക് വീണ്ടും 10,000 രൂപ തന്നെ ലോൺ എടുത്താൽ കിട്ടും. അതിൻ്റെ കാലാവധി കിട്ടുന്നത് 30 ദിവസത്തേക്കായിരിക്കും. നമുക്ക് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. ഫൈനൽ ലോൺ എമൗണ്ട് എന്ന് വെച്ചാൽ 8,828 നമുക്ക് കിട്ടിയുള്ളൂ. എന്താ പറയുന്നത്, അത് പ്രോസസ്സിംഗ് ഫീസ് പ്ലസ് GST 1,180 രൂപയാണ്. നമുക്ക് കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യാം. റെഫറൻസ് ചോദിക്കുന്നുണ്ട്, അവിടെ റെഫറൻസ് 2 ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ റെഫറൻസ് നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് ഓപ്ഷൻ പ്രസ് ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് നമ്പർ ഓൾറെഡി അവിടെ ഉണ്ട്. കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് അക്കൗണ്ട് കൺഫേം ചെയ്യുക. സാങ്ഷൻ ലെറ്റർ വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ യുവർ ലോൺ ആപ്ലിക്കേഷൻ മെയ്ഡ് ത്രൂ റാം ഫിൻകോപ്പ്. വി ആർ പ്ലീസ്ഡ് ടു സാങ്ഷൻ യുവർ ലോൺ ആസ് പെർ ഇൻക്ലോസ് ടേംസ് ആൻഡ് ഷെഡ്യൂൾ ഓഫ് ലോൺ സാങ്ഷൻ ടേംസ്. ഐ അക്സെപ്റ്റ് കൊടുക്കാം. ഇനി അവരുടെ ടീം വെരിഫൈ ചെയ്തിട്ട് എന്താ പറയുന്നത് 24-48 മണിക്കൂറിനകം ഇത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സെറ്റ് റിമൈൻഡർ ഇവിടെ ഓപ്ഷൻസ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കാം. ലോൺ അപ്രൂവ് ആകുമ്പോൾ നമുക്ക് മെസ്സേജ് വരും. ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ആപ്പിൽ നോക്കിയാൽ മതി. ഇത് ഓൾറെഡി എനിക്ക് കിട്ടിയ കണക്ക് തന്നെയാണ്, എനിക്ക് അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റാം ഫിൻകോപ്പിൽ നിങ്ങളെല്ലാവരും ചോദിച്ചതിൻ്റെ ആൻസറാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. നമ്മൾ 10,000 രൂപ എടുക്കുകയാണെങ്കിൽ പിന്നെ അത് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് 20,000 ആദ്യം കിട്ടില്ല. ചില ആൾക്കാർക്ക് നല്ല സിബിലുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. 25,000 രൂപ ഞാൻ മുമ്പ് കാണിച്ചായിരുന്നു, 25,000 രൂപ കാണിച്ചായിരുന്നു. അപ്പം ഇവർ ടെന്യൂരിറ്റി കൂട്ടിത്തരും. മുമ്പ് 16 ദിവസം 10,000 രൂപ 16 ദിവസത്തേക്കാണ് എടുത്തതെങ്കിൽ ഇപ്പോൾ 10,000 രൂപ നമുക്ക് കിട്ടിയിരിക്കുന്നത് 30 ദിവസത്തേക്കാണ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം അതിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, മറ്റാൾക്കാർ ക്യാഷ് കിട്ടിയിട്ട് അല്ലെങ്കിൽ ക്യാഷ് എടുത്തിട്ട് അടയ്ക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഇരിക്കരുത്. സിബിൽ പോകും. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് കാണിച്ചതാണ്. ഇനിയും നമുക്ക് കാണാം അടുത്ത സിബിൽ കുറഞ്ഞുള്ള അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സിബിൽ കിട്ടുന്ന ലോൺ, സാലറി ഇല്ലാത്തവർക്ക് കിട്ടുന്ന പുതിയ ലോൺ ആപ്ലിക്കേഷൻസ് ഏതാണ്, ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഏതാണ്, മറ്റ് ഡിഫിക്കൽട്ടീസ്, ലോൺ എടുക്കാവുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏരിയ നെഗറ്റീവ്, അതല്ലെങ്കിൽ ഒബ്ലിഗേഷൻ, ഇങ്ങനെയൊക്കെ കൊണ്ട് ലോൺ കിട്ടാത്തവർക്ക് ഏതിലും നമുക്ക് ചെയ്യാം എന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.